ഹായ് ഫ്രണ്ട്സ്, ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി തൃശ്ശൂർക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ആട്ടോ. ആദ്യമായിട്ടാണ് തൃശ്ശൂർക്ക് പോണത്, അതും കൂട്ടുകാരുടെ കൂടെ. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ കുറവുകൾ എൻ്റെ വീഡിയോസിലുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ ക്ഷമിക്കുക. പതിയെ പതിയെ ഞാനത് ശരിയാക്കിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് നേരെ പുത്തമ്പള്ളി എന്ന പള്ളിയിലേക്കാണ്. ഞങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരിയ സിസ്റ്റർ. 8 വർഷമായി മരിയ സിസ്റ്റർ ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ മരിയ സിസ്റ്റർ ഒന്ന് മീറ്റ് ചെയ്യണം, പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങണം എന്ന് കരുതി ഞങ്ങൾ തൃശ്ശൂർക്ക് പുറപ്പെട്ടതാണ്. തൃശ്ശൂർ പുത്തമ്പള്ളി അടിപൊളി പള്ളിയാണ്, വലിയൊരു പള്ളിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ആ പള്ളി പോയത്. അകത്തേക്ക് കയറിയപ്പോൾ വളരെ ശാന്തമായ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ കുറേ സമയം ഞങ്ങൾ അതിനകത്ത് ചിലവഴിച്ചു. കുറേ സമയം പ്രാർത്ഥിച്ചു. മാർപ്പാപ്പ മരിച്ച സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം പേര് അവിടെ ബെഞ്ചുകളിലും അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി. പിന്നെ അത് ബസിലിക്ക ആയതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പള്ളിയിലെ കുറേ ഉൾവശത്തൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. കുറേ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണിത്. ഇതിനെപ്പറ്റി സിസ്റ്റർ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. തിരുശേഷിപ്പ് വണങ്ങിയതിന് ശേഷം ഞങ്ങൾ നിത്യാരാധന കേന്ദ്രം അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അങ്ങനെ നിത്യാരാധന കേന്ദ്രത്തിലേക്ക് പോയി. നിത്യാരാധന കേന്ദ്രത്തിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല, സ്വിച്ച് ഓഫ് ചെയ്യണം. അതുകൊണ്ട് മൊബൈൽ ഫോൺസൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനകത്ത് കുറേ പേരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞങ്ങളും കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കാണുന്ന ടവറിൻ്റെ മുകളിൽ കയറുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു ചായ കുടിച്ചാലോ എന്നൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ചെറിയ ചായക്കടയൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ചിപ്സൊക്കെ വിൽക്കുന്ന ഒരു കടയും ചായക്കടയൊക്കെ കിട്ടി. ഞങ്ങളവിടെ ചായ കുടിക്കാൻ കയറി, ഫ്രഷ് ചിപ്സൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചായ കിട്ടിയതാ. ശ്രീജ ഇങ്ങനെ ചായ ഊതി കുടിച്ചുകൊണ്ടിരിക്കുക. നല്ല ചൂടുള്ള ചായയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ. ആ കടയിൽ നിന്ന് ഞങ്ങൾ കുറേ ഫ്രഷ് ചിപ്സൊക്കെ ആ ചേച്ചിമാരെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. എനിക്കും കിട്ടി ചായ. ഞങ്ങൾ ചായയൊക്കെ അങ്ങനെ കുടിച്ച് കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ ഈ ടവറിൻ്റെ അടുത്ത് തന്നെയാട്ടോ വന്നത്. അപ്പോൾ സിസ്റ്റർ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഞങ്ങൾ ടവറിലേക്ക് കയറാൻ പോവുകയാണ്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലിരുന്ന് ചേച്ചി ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അരമണിക്കൂർ മാത്രമാണ് മുകളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പ്രവേശനമില്ല. 5th ഫ്ലോർ വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഊരി വയ്ക്കണം, ബാഗ് ഊരി വയ്ക്കണം, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ലിഫ്റ്റിനകത്തേക്ക് കയറി. വീണ്ടും ആ ചേച്ചി ഞങ്ങൾ ഓർമ്മിപ്പിച്ചു അരമണിക്കൂറിന് ശേഷം താഴത്തേക്ക് വരണമെന്ന്. ഇനി മുകളിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിവരണം നടത്തേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്ന് പറയുന്നത്, അത് എന്താ പറയുക, ആ ഒരു സിറ്റി മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ദൂരെ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ കാണാമായിരുന്നു കേട്ടോ. ചുറ്റും നടന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ആ വടക്കുന്നാഥ ക്ഷേത്രം ഒന്ന് സൂം ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ശ്രീജയല്ലേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണത്. സിസ്റ്റർ എന്തോ ഒരു ചെറിയ സർപ്രൈസ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരെയും സിസ്റ്റർ നിരയായി നിർത്തി വിളിച്ച്. സിസ്റ്റർക്ക് പണ്ടേ ഉള്ളൊരു ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത്. കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കൽ സിസ്റ്റർക്ക് ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾക്കും സിസ്റ്റർ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീണ്ട 8 വർഷത്തിന് ശേഷം സിസ്റ്റർ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അത് കിട്ടുന്നതിലുള്ളൊരു സന്തോഷമാണ്. കുറേ നിറയും സമയം ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനിനുള്ള സമയമായതുകൊണ്ട് ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നട കണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ വീഡിയോ എടുത്തു. എനിക്ക് അവിടെ കയറണമെന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ പോവുകയാണ്. കാരണം ട്രെയിനിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറണം എന്നുള്ളതായിരുന്നു. ഞാൻ ഈ വീഡിയോ കിട്ടത് എൻ്റെ ഒരു യാത്രാ വിവരണത്തിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.